താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം 11 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത്. രാഹുൽ KV വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാധു, താമരശ്ശേരിയിൽ 2 സ്കൂളുകളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസാണ്. ഇതിൽ ഈ കുറ്റാരോപിതരുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വിധി പറയുന്നതിനായി ഇന്നത്തേക്ക് വെച്ചതാണ്. പക്ഷേ കോടതി ഇന്നും വിധി പ്രസ്താവിച്ചില്ല. 11ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ കുറ്റാരോപിതരുടെ പ്രായപൂർത്തിയായില്ലെന്നത് പരിഗണിച്ച് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണ്. ഈ കുറ്റാരോപിതരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളൊക്കെ ഇതിന് തെളിവാണെന്ന് കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ദീർഘനാളായി ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ്. ഇങ്ങനെ കഴിയുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെ അടക്കം ബാധിക്കുമെന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്തായാലും പക്ഷേ കോടതി ഇന്ന് അത് പരിഗണിക്കാതെ 11ാം തീയതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഫെബ്രുവരി 27-നാണ് താമരശ്ശേരിയിൽ സംഭവം ഉണ്ടാകുന്നത്. ചികിത്സയിലിരിക്കെ മാർച്ച് 1-ന് ഷഹബാസ് കൊല്ലപ്പെട്ടു. അന്ന് മുതൽ 5 വിദ്യാർത്ഥികളും തൊട്ടടുത്ത ദിവസം 6ാമത്തെ വിദ്യാർത്ഥിയും താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഒപ്പം ഈ കുട്ടികളിൽ ചിലരുടെ രക്ഷിതാക്കൾക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നൊരു ആക്ഷേപം ഷഹബാസിൻ്റെ രക്ഷിതാക്കൾ ഉന്നയിച്ചിരുന്നു. പോലീസ് കാര്യക്ഷമമായി ആ ഭാഗത്തേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നില്ലെന്ന ഒരു പരാതി കൂടി കുടുംബം ഉന്നയിച്ചതാണ്. പക്ഷേ കുട്ടികൾക്ക് മാത്രം, ഈ 6 പേർക്ക് ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ 11ാം തീയതി പരിഗണിക്കും.